അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ത് പറഞ്ഞാൽ, ഇതുപോലുള്ളൊരു സഹോദരീനെ രേണു ചേച്ചിക്ക് കിട്ടിയത് എത്രയോ പുണ്യം ചെയ്യണം എന്ന് പറയും. അവരെ ഈ ഒരു രോഗത്തിൽ അവർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു അനിയത്തി ഇത്രയും ബുദ്ധിമുട്ടായി നിൽക്കുന്ന രേണു ചേച്ചിൻ്റെ ഒരു മാനസികാവസ്ഥ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെ ഒരു മകളെപ്പോലും എല്ലാം കെയർ ചെയ്യുന്നൊരു ഏച്ചീനെ കിട്ടിയത് എത്ര പുണ്യമാണ്. അപ്പോൾ അത് തന്നെ രേണു ചേച്ചീൻ്റെ എത്രയോ ഭാഗ്യം. പിന്നെ കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരും കളിയാക്കട്ടെ, അവരെ കൊണ്ട് വായ്ത്താളടിക്കാൻ പറ്റുള്ളൂ. ഒരു സഹായം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളാണോ, നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ലത് പറയുള്ളൂ. അല്ലെങ്കിൽ ഓൻ്റെ കുറ്റം, ഓളെ കുറ്റം, മോശം മാത്രം പരദൂഷണം ഉള്ള ഒരാൾ നന്നാവണം എന്ന് ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ഇതുപോലുള്ളൊരു സഹോദരനൊക്കെ കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്യണം. എന്തായാലും രേണു ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കുക, നിങ്ങളെ കൂടെ എല്ലാവരും ഉണ്ട്. രേണു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രേണു ചേച്ചിക്ക് വേണ്ടി കേരളക്കരെ മൊത്തം പ്രാർത്ഥിക്കുകയാണ്. രേണു ചേച്ചി ഭയങ്കര ശക്തിയായിട്ട് വരും. വേറൊന്നും പറയാൻ വാക്കുകളില്ല. ഞാൻ അവിടെ നിർത്തുന്നു.